ഹായ് ഡിയേഴ്സ്, കാർത്തിക സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് യൂണിഫോം ഓവർകോട്ടാണ്. കോളർ ഉള്ള ഓവർകോട്ടാണ്. പോക്കറ്റും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിന് നമ്മൾ 80 സെൻറ്റിമീറ്റർ തുണിയാണ് എടുക്കുന്നത്. ഇതിൻ്റെ അളവുകൾ മാർക്ക് ചെയ്യുന്നത് തേരുവെളുമ്പ് വശത്താണ്. തേരുവെളുമ്പിൻ്റെ അവിടെ കട്ടി കൂടുതലായതുകൊണ്ട് ഞാനതങ്ങ് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഈ രണ്ടും മടക്കല്ലാത്ത വശത്താണ് നമ്മൾ അളവുകൾ മാർക്ക് ചെയ്ത് വെട്ടുന്നത്. ആദ്യം ഇതിൻ്റെ ഇറക്കം 24.5 ഇഞ്ചാണ്. 2 ഇഞ്ച് സൈഡിലേക്ക് മാർക്ക് ചെയ്തു. താഴെയും അതേപോലെ തന്നെ 2 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മളത് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുന്നു. അതിനുശേഷം 3 ഇഞ്ച് വരച്ചു. താഴേക്ക് 4 ഇഞ്ചും ഒരു ബോക്സാക്കി വരയ്ക്കുന്നു. അതിനുശേഷം അതിൻ്റെ നടുക്കൂടെ ജോയിൻ ചെയ്യുന്നത് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യണമെന്നില്ല, വെറുതെ വരച്ച് കൊടുത്താലും മതി. ഷോൾഡർ 7.5 ഇഞ്ചാണ് എടുത്തു കൊടുക്കുന്നത്. ആം ഹോളും 7.5 ഇഞ്ച് തന്നെയാണ്. ഈ 7.5 ഇഞ്ചിൽ 1/2 ഇഞ്ച് ഷേപ്പിന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം 12 ഇഞ്ചാണ്. ആം ഹോളിൻ്റെ കർവിന് 1.5 ഇഞ്ച് എടുത്തിട്ടാണ് ഷേപ്പ് മാർക്ക് ചെയ്തത്. 1/2 ഇഞ്ച് ഷോൾഡർ ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. താഴേക്ക് 3 ഇഞ്ച്, മടക്കുമല്ലാത്ത വശത്തേക്ക് തന്നെ 1 ഇഞ്ച്, 2 ഇഞ്ച് മാർക്ക് ചെയ്ത അതുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. താഴേക്കും ഒരു ഇഞ്ച് വീതിയിൽ നമ്മൾ ജോയിൻ ചെയ്യുകയാണ്. ഇതിൻ്റെ ഷേപ്പ് ലെങ്ത് 13.5 അവിടുത്തെ വണ്ണം 11 ഇഞ്ച്. താഴ്ഭാഗത്തെ വണ്ണം 11.5 ഇഞ്ച്. 1/2 ഇഞ്ച് നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്യാം. താഴ്ഭാഗം സ്ലിറ്റ് വേണമെങ്കിലും ചെയ്യാം. ഞാനിതിന് സ്ലിറ്റ് ചെയ്യുന്നില്ല. സ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ 2.5 ഇഞ്ച് നീളത്തിൽ സ്ലിറ്റ് ചെയ്യാം. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പം വളരെ ശ്രദ്ധിക്കണം. ആദ്യമേ വരച്ചിരിക്കുന്ന ലൈനിൽ കൂടി തന്നെ വേണം നമ്മളിത് കട്ട് ചെയ്യാൻ. ഇനി മടക്ക് ഭാഗത്ത് ഫ്രണ്ട് പീസ് വെച്ച് ബാക്ക് പീസ് നമുക്ക് മാർക്ക് ചെയ്യാം. ബാക്ക് പീസ് മാർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഫ്രണ്ട് പീസിൻ്റെ ഈ പടിക്ക് നമ്മൾ നീട്ടിയിട്ടിരിക്കുന്ന ഭാഗം ചെറിയൊരു നോച്ചിട്ട് കൊടുക്കണം. സൈഡിലോട്ട് 3 ഇഞ്ചാണ് കഴുത്തകലം എടുത്തിരിക്കുന്നത്. ബാക്കി അളവുകളെല്ലാം അതേമാതിരി തന്നെ മാർക്ക് ചെയ്ത് ബാക്കിനേക്കും 1/2 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ പുറത്ത് കാണുന്ന ഭാഗം, കോളറിൻ്റെ പുറമേ കാണുന്ന ഭാഗം ഈ യൂണിഫോമിൻ്റെ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് പുറമേ കാണിക്കുന്നത്. അങ്ങനെയാണ് ഈ യൂണിഫോമിൻ്റെ പാറ്റേൺ. അതേപോലെ തന്നെ അളവുകൾ മാർക്ക് ചെയ്ത് നമ്മൾ ഒരു പീസ് വെട്ടിയെടുക്കുകയാണ്. ആം ഹോളിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ക്രോസായിട്ട് 2 പീസും വെട്ടിയെടുക്കണം. 1 ഇഞ്ച് വീതി മതിയാകും. കോട്ടിൻ്റെ ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത പീസിൻ്റെ അരികെല്ലാം നന്നായിട്ട് മടക്കി തയ്ച്ച് എടുക്കണം. ഇത് കോട്ടിൻ്റെ നല്ല വശത്ത് വെച്ചാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പിട്ടാണ് തയ്ക്കുന്നത്. രണ്ട് പീസും ഇതേമാതിരി തയ്ച്ച് എടുക്കണം. എന്നിട്ട് ചെറിയ നോച്ചിട്ട് കൊടുത്ത് നമ്മളത് ചെറിയ കട്ടിങ് ഇട്ട് കൊടുത്ത് തിരിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പതിച്ച് തയ്ക്കുന്നുണ്ട്. തുമ്പുകളെല്ലാം കറക്റ്റാക്കി കോളറിൻ്റെ ഭാഗം ചുളിവൊന്നുമില്ലാതെ എടുക്കണം. അതിനുശേഷം പതിച്ച് തയ്ക്കുകയാണ്.
ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും നമ്മൾ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 7.5 ഇഞ്ച് താഴ്ത്തി 7.5 ഇഞ്ച് നീളത്തിൽ ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ കോട്ടിന് പോക്കറ്റ് വെച്ച് കൊടുക്കുകയാണ്. ഇതിന് ഞാൻ ഒറ്റ പീസാണ് എടുത്തിരിക്കുന്നത്. 7 ഇഞ്ച് വീതിയുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. 4.5 ഇഞ്ച് വീതിയിലും 1/2 ഇഞ്ച് നീളത്തിലും ഒരു ബോക്സ് വരച്ചെടുക്കണം. കോട്ടിൻ്റെ സൈഡിൽ നിന്ന് പടിയുടെ ഭാഗത്ത് നിന്ന് 2.5 ഇഞ്ച് നീക്കിയാണ് നമ്മൾ ഈ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അവിടെയും സെയിം അളവ് തന്നെ മാർക്ക് ചെയ്ത് ഈ ബോക്സ് വരയ്ക്കണം. 4.5 ഇഞ്ച് വീതി 1/2 ഇഞ്ച് നീളത്തിലും. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു പോക്കറ്റാണിത്. ഞാൻ ഈ കാണിക്കുന്നത് പോലെ തന്നെ ഷേപ്പ് വരച്ച് എടുക്കണം. കോട്ടിൻ്റെ നല്ല വശത്താണ് നമ്മൾ പോക്കറ്റിൻ്റെ പീസ് വെച്ച് തയ്ച്ച് തിരിച്ചിടുകയാണ്. ബോക്സിൽ കൂടെ ആണ് തയ്ക്കുന്നത്. കട്ട് ചെയ്യുമ്പം വരച്ച ആ ഷേപ്പിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. സൈഡിലോട്ട് കട്ട് ചെയ്യുമ്പം സ്റ്റിച്ച് കട്ട് ആവരുത്. ഉൾവശത്തേക്ക് തിരിച്ചിട്ട് ഒന്ന് അയൺ ചെയ്താലും മതിയാകും. ചുളിവുകളെല്ലാം നിർത്താം. 1/2 ഇഞ്ച് മടക്കി നമ്മളത് അവിടെ പിൻ ചെയ്ത് വെക്കണം, ആ ഗ്യാപ്പിൽ. എന്നിട്ട് പോക്കറ്റ് തിരിച്ച് നല്ല വശത്ത് ഒന്നടിച്ചു കൊടുക്കണം. സൈഡിൽ ഇതേമാതിരി ലോക്ക് ചെയ്യണം. ബോക്സായിട്ടിരിക്കുന്ന ഭാഗം സൈഡ് തയ്ച്ചു കൊടുക്കുക. ചേർത്ത് തയ്ക്കരുത്, അകത്തി പിടിച്ച് തന്നെ വേണം അവിടെ അടിച്ചു കൊടുക്കാൻ. പോക്കറ്റിൻ്റെ ഉൾവശം തയ്ക്കുകയാണ്. സൈഡിലോട്ട് നൂലൊന്നും കാണാത്ത വിധം ഉള്ളിലേക്ക് മടക്കി വെച്ചാണ് നമ്മൾ പോക്കറ്റ് തയ്ക്കുന്നത്. രണ്ട് വശവും അതേമാതിരി തയ്ക്കണം. അതിനുശേഷം മുകൾ ഭാഗവും തയ്ച്ചു കൊടുക്കണം. വളരെ എളുപ്പത്തിൽ തയ്ക്കാവുന്ന ഒരു പോക്കറ്റാണിത്.
ഈ ബാക്ക് പീസുമായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യുകയാണ്. ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ കോളർ വെച്ച് കൊടുക്കുകയാണ്. ബാക്ക് പീസിൻ്റെയും സെൻറ്റർ കണ്ടതിന് ശേഷം ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേപോലെ പിടിച്ച് വെച്ചിട്ട് വേണം കോളർ വെക്കുന്നതിന് അളവെടുക്കാൻ. 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് വിട്ട് വേണം നമ്മൾ കോളറിന് അളവെടുക്കാൻ. എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന അളവ് 8.25 ഇഞ്ചാണ്. ക്യാൻവാസിൽ നമ്മൾ രണ്ടായിട്ട് മടക്കി പിൻ ചെയ്ത് വെച്ചിട്ട് കോളറിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്യുകയാണ്. 3.5 ഇഞ്ചാണ് ഞാനിവിടെ എടുക്കുന്ന വീതി കോളറിന്. നീളം 8.25 ഇഞ്ച്. കോളറിൻ്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. യൂണിഫോം ടോപ്പിൻ്റെ പീസിൽ വെച്ചാണ് നമ്മൾ ഈ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കുന്നത്. കോളറിൻ്റെ പുറത്ത് കാണുന്ന ഭാഗം യൂണിഫോം ടോപ്പിൻ്റെ കളറാണ് കാണേണ്ടത്. അരിക് മടക്കി തയ്ക്കുകയാണ്. കോട്ടിൻ്റെ പീസേ വെച്ച് കോളർ തയ്ച്ചെടുക്കുകയാണ്. ചെറിയ കട്ട് ഇട്ട് കൊടുത്ത് കോളറിനെ തിരിച്ചിടുകയാണ്. കാലിഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ കാണുക. കോട്ടിൻ്റെ നല്ല വശത്ത് സെൻറ്റർ വെച്ച് തയ്ച്ചെടുക്കുകയാണ്. കോളറൊട്ടും വലിച്ചു പിടിക്കാതെ വേണം നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഉൾവശത്തേക്ക് കോളർ തിരിച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ലോങ് സ്റ്റിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അടിവശം ആദ്യം മടക്കി തയ്ച്ചു കൊടുത്തത്. അതങ്ങ് അഴിച്ചു മാറ്റുകയാണ്. ആം ഹോളിന് കട്ട് ചെയ്ത് വെച്ചിരുന്ന പീസ് എടുത്ത് ആം ഹോളിൻ്റെ നല്ല വശത്ത് വെച്ച് 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇട്ട് തയ്ക്കുകയാണ്. ഉൾവശത്തേക്ക് മടക്കി വെച്ച് തയ്ച്ചെടുക്കുകയാണ്. രണ്ട് വശവും അങ്ങനെ തന്നെ തയ്ച്ചെടുക്കുകയാണ്. ഈ കോട്ടിൻ്റെ വണ്ണം അടിച്ചു കൊടുക്കുകയാണ്.
സ്ലിറ്റ് ഇടാത്തത് കൊണ്ട് താഴ്വശം ചേർത്ത് തയ്ച്ചെടുക്കുകയാണ്. അതിനുശേഷം 1/2 ഇഞ്ച് അടിവശം മടക്കി തയ്ക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഫ്രണ്ട്സ്. ബൈ.